പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, വിശുദ്ധ തോമാസ് ലീഹ ഒരിടത്തും ഒരു മെത്രാപ്പോലിത്തായെ വാഴിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പ്രിയമുള്ളവരെ നമുക്കറിയാം. വിശുദ്ധ തോമാസ് ലീഹ ഒരു മെത്രാനെ ഒരു സ്ഥലത്തും ഒരു രാജ്യത്തും വാഴിച്ചിട്ടില്ല എന്ന് എല്ലാ ചരിത്രകാരന്മാരും സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ശ്ലീഹ ഒരു മെത്രാനെ വാഴിക്കാതിരുന്നത്? അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാമായിരുന്നു. അപ്പോസ്തോലിക ശ്ലൈഹിക വാഴ്വുകൾ പരിശുദ്ധ പത്രോസിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിൽ നിന്നും മാത്രമേ നിർഗമിക്കുകയുള്ളൂ, ഒഴുകുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് പരിപൂർണമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മെത്രാപ്പൊലീത്തമാരെ വാഴിക്കാതിരുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ പത്രോസിനെയാണ് കർത്താവ് ഏൽപ്പിച്ചത്. യോഹന്നാൻ വളരെ അടുത്ത സ്നേഹമുള്ള ശിഷ്യനായിരുന്നു. തോമാസ് ലീഹ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ ശിഷ്യനായിരുന്നു. പക്ഷേ പത്രോസിനെയാണ് കർത്താവ് ഏൽപ്പിച്ചത്. അവനിൽ കുറ്റങ്ങളുണ്ടാവും, കുറവുകളുണ്ടാവും. അത് ദൈവത്തിൻ്റെ തിരിഹിതമാണ്. പള്ളാടുകളെയും കുഞ്ഞാടുകളെയും പെണ്ണാടുകളെയും മേയ്ക്കാനുള്ള അധികാരം, അതാണല്ലോ ഈ അധികാരം, ആത്മീയമായ അധികാരം. AD 325 നിക്കായിൽ സുന്നഹദോസ് കൂടിയപ്പോൾ പരിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തെയാണ് നാലായി ഭാഗിച്ചത്. അന്ന് നിലവിലിരുന്ന ഒരു സംവിധാനത്തെ നിക്കാ സുന്നഹദോസ് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു. പടിഞ്ഞാറ് റോമയ്ക്ക് കിഴക്കുള്ള എല്ലാ ഭാഗവും, അന്ത്യോക്യായും കിഴക്കുള്ള എല്ലാ ഭാഗങ്ങളും അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ കീഴിലായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അന്ന് വിശുദ്ധ തോമാസ് ലീഹായ്ക്ക് ഒരു സിംഹാസനം ഉണ്ടായിരുന്നു എന്ന് വരികിൽ ഈ 318 പിതാക്കന്മാർ അത് പരിഗണിക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. അവർക്കറിയാമായിരുന്നു പത്രോസിന് മാത്രമേ സിംഹാസനമുള്ളൂ. അതുകൊണ്ടാണ് പത്രോസിന്റെ സിംഹാസനത്തെ നാലായി ഭാഗിച്ച് 4 പാത്രിയാർക്കേറ്റുകൾ ഉണ്ടാക്കിയത്. കൊസ്തന്തിനോപ്പൊലിസ് പിന്നീട് 330 വന്നോളൂ. എന്നാലും 4 പാത്രിയാർക്കീസുമാരാണ്. പക്ഷേ ചിലർ പാപ്പയാക്കി, ചിലർ മാർപ്പാപ്പയാക്കി, ചിലർ കാതോലിക്കോസ് പാത്രിയാർക്കീസൊക്കെ ആക്കി. പക്ഷെ അന്ത്യോക്യ പാത്രിയാർക്കീസ് എന്നുള്ള ആ ബഹുമതിയും സ്ഥാനവും അന്ത്യോക്യ പാത്രിയാർക്കീസ് മാറ്റിയില്ല. AD 345 സിറിയൻ കുടിയേറ്റം, ക്നായിത്തമ്മന്റെ നേതൃത്വത്തിൽ ഒരു മെത്രാനും 2 വൈദികനും 72 കുടുംബങ്ങളിൽ നിന്ന് ഏകദേശം 400 പേരും അന്നത്തെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവായുടെ അനുവാദത്തോടു കൂടിയാണ് എഡേസായിൽ നിന്ന് അവരിവിടെ വന്നത്. അവരുടെ വരവോടുകൂടി യഹൂദന്മാർ അന്ന് മിക്ക രാജ്യങ്ങളിലേക്ക് ചിത്രീ പാർക്കുകയാണല്ലോ. അവരുടെ വരവോടുകൂടി ഇവിടെ സുറിയാനി ഭാഷയുടെ പ്രാരംഭം കുറിച്ചു. അതിനു മുമ്പ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് വ്യക്തമായ തെളിവുകൾ പറയാൻ പറ്റും. മലങ്കരയിലെ ശരവാൻ പെരുമാള് അന്ന് രാജ്യം ഭരിച്ചിരുന്നവർ പ്രത്യേക പദവിയും ചെപ്പേടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് പോകില്ല.
AD 522 22ലോ 52ലോ 522ലോ 552ലോ കോസ്മോസ് എന്നൊരു വ്യാപാരി മലങ്കര സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം കോസ്മോസ് കണ്ട മാലി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആകെ ചരിത്ര സംഭവങ്ങളല്ലേ. അന്ന് സിറിയയിൽ നിന്നും ടർക്കിയിലെ പിസിദ്ധ്യയിൽ നിന്നുമുള്ള അന്ത്യോഖ്യയിൽ നിന്നും പേർഷ്യ സാമ്രാജ്യത്തിൽ നിന്നും അല്ലെങ്കിൽ പേർഷ്യ രാജ്യത്തിൽ നിന്നും ഇവിടെ ക്രൈസ്തവ കേന്ദ്രങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവരായ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഒരു പ്രാബല്യം മലങ്കരയിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിറിയയിൽ നിന്ന് വന്ന ആളുകൾ വന്നതോടുകൂടി സുറിയാനി ഭാഷയ്ക്ക് കൂടുതൽ പ്രചാരമായി. ആചാര കാര്യങ്ങളിലും ഭൂതാശ കാര്യങ്ങളിലും ലിറ്റർജിയിലൊക്കെ സുറിയാനി ആധിപത്യം നേടി തുടങ്ങി. നമുക്കറിയാം, AD 6-ാം നൂറ്റാണ്ടിലാണ് അന്ത്യോഖ്യയിലെ മോർ സേവേരിയോസ് വിശുദ്ധ മാമോദീസ ക്രമം പരിഷ്കരിച്ചത്. അന്ത്യോഖ്യയിലും മറ്റും വിശുദ്ധ മാമോദീസ ശുശ്രൂഷ 2 ശുശ്രൂഷയായിട്ടാണ് നടത്തപ്പെടുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞേ ഉള്ളൂ. അതൊക്കെ ക്രമീകരിച്ചത് ഈ മോർ സേവേരിയോസ് പിതാവാണ്. അപ്പം അന്നും സുറിയാനിയല്ല ഉപയോഗിക്കണേ. പിന്നെ AD 822 അന്നത്തെ പരിശുദ്ധ പാത്രിക സ്വഭാവമായിരുന്ന യൗസേപ്പ് പിതാവിൻ്റെ അനുവാദത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു വിട്ടതാണ് മോർ ഷാബോർ എന്നും മോർ അഫ്രോത്ത് എന്നുമുള്ള 2 പിതാക്കന്മാരുൾപ്പെടെ ഒരു കപ്പൽ നിറയെ ആളുകൾ ഇവിടെ വന്നെത്തിയത്. കാലാകാലങ്ങളിൽ പാത്രിയർക്കീസ് മെത്രോപ്പൊലിത്തായി വാഴിച്ച് മലങ്കരയിൽ അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് യാത്രാക്കുരുക്ക് മൂലമോ യാത്ര തടസ്സം മൂലമോ വേറെ ഏതെങ്കിലും സാങ്കേതിക കാരണങ്ങൾ മൂലമോ തടസ്സം വന്നിട്ടുണ്ടാകും അവർക്ക് വേണ്ടി എത്തിവിടാൻ. അങ്ങനെ മെത്രാപ്പൊലിത്ത ഇല്ലായിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ട്. ഈ AD 822 അതായത് 9-ാം നൂറ്റാണ്ടിലൊക്കെ സിറിയ, മെസോപ്പൊത്തോമിയ, പേർഷ്യ മുതലായ സ്ഥലങ്ങൾ അന്ത്യോഖ്യ പാത്രിയർക്കീസിന്റെ ഭരണാധികാരത്തിന് കീഴിലായിരുന്നുവെന്ന് ചരിത്രകാരനായ EM ഫിലിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഈ അന്ത്യോഖ്യ മലങ്കര ബന്ധം എന്നാ തുടങ്ങിയേ 1665 വടക്കൻ പറവൂർ കാലം ചെയ്ത പരിശുദ്ധ മോർ അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് ബാവയാണ് വന്നപ്പോഴാണ് ഇവിടെ അന്ത്യോഖ്യ മലങ്കര ബന്ധം ഉണ്ടായതെന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അപ്പോൾ ആദ്യകാലം മുതൽ തന്നെ അന്ത്യോഖ്യ ബന്ധം മലങ്കരയിലുണ്ട്. 822 വന്ന മോർ ഷാബോർ എന്നും മോർ അഫ്രോത്ത് എന്നുള്ള പിതാക്കന്മാർ 2 മെത്രാപ്പൊലിത്തന്മാരായിരുന്നു. അവര് 825 അങ്കമാലിക്കടുത്ത് അല്ലെങ്കിൽ ആലുവായ്ക്കടുത്ത് അകപ്പുറം എന്ന് പേരുള്ള സ്ഥലത്തെത്തി സുവിശേഷ പ്രചാരണാർത്ഥം വന്നത്. അവരകപ്പുറം ഒരു പള്ളി സ്ഥാപിച്ചു. മോർ ഷാബോറെന്നും മോർ അഫ്രോത്തെന്നും പേരുള്ള 2 സഹോദരന്മാരുടെ നാമത്തിലാണ് ആ പള്ളി സ്ഥാപിച്ചത്. പിന്നെ കായംകുളം, ഉദയംപേരൂർ, കൊല്ലം തുടങ്ങി അന്ന് നിലവിലുള്ള മിക്ക പള്ളികളും ഇവർ പണി കഴിപ്പിച്ചതാണ്. അതൊക്കെ ഈ സഹോദരന്മാരുടെ നാമത്തിലായിരുന്നു. എന്നാൽ അവരുടെ കാലശേഷം ഈ വന്ന പിതാക്കന്മാരെ പരിശുദ്ധന്മാരായി ഗണിച്ച്, പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചിട്ടില്ല, അങ്ങനെ ഗണിച്ച് ആ മെത്രാപ്പൊലിത്തന്മാരുടെ നാമത്തിൽ പള്ളി പണിതിട്ടുണ്ട് ചിലർ. അങ്ങനെ ഒരു സങ്കീർണാവസ്ഥ അവിടെ നിലനിന്നു.
പറങ്കികൾ ഇവിടെ വന്നപ്പോൾ അവർ നെസ്തോറിയന്മാരെന്ന് പറഞ്ഞ് കുറ്റം ചുമത്തി. അന്ത്യോക്യയിൽ നിന്ന് വന്നവരാണെന്ന് സമ്മതിക്കാൻ അവർക്ക് വിഷമമാണ്. അതുകൊണ്ട് ഇവരുടെ നാമത്തിലുള്ള പള്ളികളൊക്കെ കാതീശങ്ങളുടെ പള്ളി എന്ന് നാമകരണം ചെയ്യും. പക്ഷേ ലാഹപ്പുറം പള്ളിക്കാരത് മാറ്റിയില്ല. ഷാബോർ അപ്പുറത്ത് യാക്കോബായ സുറിയാനി പള്ളി എന്ന് തന്നെ. 2007 കത്തീഡ്രൽ വലിയ പള്ളിയായി സാക്കാ പ്രസവൻ പാത്രിയർക്കീസ് ബാബ തിരുമനസ്സുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. സത്യാവസ്ഥ ഇതായിരിക്കുകയും പിന്നെയാണ് കാലങ്ങൾ കഴിഞ്ഞു പോയി. 1665 മാർ അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് ബാവ ഇവിടെ വന്ന് പോർട്ടീസുകാർ നശിപ്പിച്ചിരുന്ന പുസ്തകങ്ങളൊക്കെ വീണ്ടും രചിക്കാൻ തുടങ്ങി. പുളിപ്പുള്ള അപ്പി വെച്ച് കുർബാനയിടണം. അച്ഛന്മാരൊക്കെ വിവാഹിതരാകാൻ തടസ്സമില്ല. കുർബാനയുടെ ആ ഒരുക്കങ്ങളെ പറ്റിയൊക്കെ വിശദീകരിച്ച് സഭയെ ഫലപ്പെടുപ്പിച്ചു. പിന്നീടുള്ള ചരിത്രങ്ങൾ നിങ്ങൾ അറിയാം. ഞാൻ എത്ര ഓർപ്പിക്കുന്നുണ്ടോ? 2 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. ഒന്ന്, വിശുദ്ധ തോമാശ്ലീഹ മെത്രാപ്പൊലീത്തന്മാരെ വാഴിക്കാതിരുന്നത് അദ്ദേഹത്തിന് അതിന് അധികാരമില്ല എന്നുള്ളതുകൊണ്ടാണ്. പരിശുദ്ധ പത്രോസിന് മാത്രമേ മെത്രാപ്പൊലീത്തന്മാരെ വാഴിക്കാനുള്ള അധികാരമുള്ളൂ. ആ ശ്ലൈഹിക സിംഹാസനത്തിൽ മാത്രമേ അപ്പോസ്തോലിക നൽവരം, മെത്രാന്മാരെ നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാരായിട്ടാണ്, അവരുടെ പ്രതിനിധികളായിട്ടാണ്. അപ്പോൾ ആ നൽവരം കൊടുക്കാൻ കർത്താവ് ഏൽപ്പിച്ചത് ദൃശ്യതലവനായ പരിശുദ്ധ പത്രോസിനെയാണ്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ തോമാശ്ലീഹ ഇവിടെ ഒരു സിംഹാസനം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിക്യാ സിനോദോസിലെ 318 പിതാക്കന്മാർ ആ സിംഹാസനത്തെ അംഗീകരിക്കുകയും അതിൽ ഒരു പാത്രിയർക്കീസിനെ അവരോധിക്കാൻ അവർക്ക് വിഷമുണ്ടാവുകയും ചെയ്യില്ല. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പത്രോസിൻ്റെ സിംഹാസനത്തെ 4 ഭാഗിച്ചത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.